ഗൾഫ് മേഖലകളിൽ ഭീതി നിറച്ചുകൊണ്ട് യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഇസ്രായേൽ പിന്മാറണമെന്ന കേരള അസോസിയേഷൻ കുവൈറ്റ് വാർഷിക സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സമാധാനപരമായ ഇടപെടൽ പശ്ചിമേഷ്യയിൽ നടത്താനും ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെ യാത്രാ ദുരിതത്തിന് കാരണമായേക്കാവുന്ന യുദ്ധപ്രഖ്യാപനങ്ങളിൽ നിന്നും പിന്തിരിയാനുമാണ് സമ്മേളനം ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് നിർണായക തീരുമാനങ്ങളാണ് പല രാജ്യങ്ങളും എടുത്തിട്ടുള്ളത്. യുദ്ധം നടക്കുന്നത് മൂലം സംഘർഷമുള്ള റൂട്ടുകൾ ഒമാൻ എയർ മാറ്റിയിരിക്കുകയാണ്. അമ്മാൻ മസ്കറ്റ് അമ്മാൻ സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇങ്ങനെ സർവീസുകൾ റദ്ദാക്കിയതും പ്രവാസികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. സംഘർഷ സാഹചര്യം കണക്കിലെടുത്താണ് ഒമാൻ എയറിന്റെ യൂറോപ്യൻ സർവീസുകൾ വഴിതിരിച്ചു വിടുകയും ചെയ്തത്. യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഒമാൻ എയർ വെബ്സൈറ്റ് വഴി ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കണമെന്നും എയർലൈൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഖത്തർ എയർവേസും ഇറാനിലേക്കും ഇറാഖിലേക്കുമുള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റ് പരിശോധിക്കണമെന്ന് എയർലൈൻ അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നുമുള്ള ചില സർവീസുകളും റദ്ദാക്കിയിരുന്നു. ദുബായ് എയർപോർട്ടിൽ നിന്നും അബുദാബി എയർപോർട്ടിൽ നിന്നുമുള്ള വിമാന സർവീസുകളെ സംഘർഷം ബാധിക്കുകയും ചെയ്തു. ദുബായിൽ നിന്നുള്ള ഇറാൻ, ഇറാഖ്, സിറിയ സർവീസുകൾക്ക് തടസ്സം നേരിട്ടിരുന്നു. 4 രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് UAE വിമാന കമ്പനികൾ പ്രധാനമായും റദ്ദാക്കിയത്. ഇറാഖ്, ജോർദാൻ, ലെബനൻ, ഇറാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ വെള്ളിയാഴ്ച റദ്ദാക്കിയിരുന്നു. നിരവധി സർവീസുകളാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ജൂൺ 13 റദ്ദാക്കിയത്. ഇറാൻ, റഷ്യ, അസർബൈജാൻ, ജോർജിയ, ഇറാഖ്, ജോർദാൻ, ലെബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കോ അവിടെ നിന്ന് തിരിച്ചോ ഉള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. ഇറാനിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ഫ്ലൈ ദുബായ്, എമിറേറ്റ്സ്, ഇത്തിഹാദ് വിമാന കമ്പനികൾ റദ്ദാക്കി. ഇവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. എമിറേറ്റ്സിന്റെ ദുബായിൽ നിന്ന് ഇറാനിലെ നഗരങ്ങളിലേക്കും ലെബനൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുമുള്ള സർവീസുകളിൽ നിന്നും റദ്ദാക്കി. ദുബായിൽ നിന്ന് തെഹ്റാനിലേക്കുള്ള ഇന്നത്തെ EK 977/EK 978 വിമാനവും റദ്ദാക്കി. ഫ്ലൈ ദുബായും അമ്മാൻ, ബെയ്റൂത്ത്, ദമാസ്കസ്, ഇറാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്കുള്ള നിരവധി സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യയുടെ ഇറാൻ, ഇറാഖ്, ജോർദാൻ, റഷ്യ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അസർബൈജാൻ, കസഖിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും തിരികെയുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. എയർ ഇന്ത്യ വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചിറക്കുകയും ചെയ്തിരുന്നു. ലണ്ടനിലേക്ക് യാത്ര തിരിച്ച വിമാനമാണ് മുംബൈയിൽ തിരിച്ചിറക്കിയത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് വ്യോമപാത അടച്ചതിനെ തുടർന്നാണ് എയർ ഇന്ത്യ വിമാനത്തിന്റെ ലണ്ടനിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടത്. തുടർന്ന് വിമാനം മുംബൈയിലേക്ക് തിരികെ വരികയായിരുന്നു. ഇതോടെ അന്താരാഷ്ട്ര യാത്രകൾ പ്രതിസന്ധിയാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച ടെഹ്റാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഇറാന്റെ വ്യോമാതിർത്തി അടച്ചത് നിരവധി അന്താരാഷ്ട്ര യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കാരണം എയർ ഇന്ത്യ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് പോർട്ടലായ ഫ്ലൈറ്റ് റഡാർ 24 നിന്നുള്ള ഡേറ്റയിൽ AIC 129 വിമാനം മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാഷ്ട്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായി കാണിച്ചിരുന്നു. വിമാനം U-ടേൺ എടുത്ത് മടങ്ങിയതാണ് റഡാർ വ്യക്തമാക്കുന്നത്. ഇറാന്റെ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിരവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ വന്ന സ്ഥലങ്ങളിലേക്ക് മടങ്ങുകയും വഴിതിരിച്ചു വിടുകയും ചെയ്തു. ഇറാനിലെ നിലവിലെ സാഹചര്യം വെച്ച് യാത്ര സുരക്ഷിതമല്ല എന്നാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത്. ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് വന്നിരുന്ന എയർ ഇന്ത്യ വിമാനം വിയന്നയിലേക്കും വഴിതിരിച്ചുവിട്ടു. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നിരുന്ന വിമാനം ഷാർജയിലേക്കും ന്യൂയോർക്കിൽ നിന്നും മുംബൈയിലേക്ക് വന്നിരുന്ന വിമാനം ജിദ്ദയിലേക്കും വഴിതിരിച്ചുവിട്ടു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടർന്നാൽ അന്താരാഷ്ട്ര യാത്രകളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളിൽ പ്രവാസികൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആശങ്കയിലാണ് വിദേശത്തുള്ളവർ എല്ലാവരും. അതേസമയം ഇസ്രായേലിനെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിനെതിരെ വെള്ളിയാഴ്ച രാത്രി വൈകി ഇറാൻ ട്രൂ പ്രോമിസ് 3 എന്ന സൈനിക നടപടി ആരംഭിച്ചു. 100-ലധികം മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട്. തലസ്ഥാനമായ ടെൽ അവീവിലെ നിരവധി വീടുകൾ ഇത് കേടുപാടുകൾ വരുത്തിയിട്ടുമുണ്ട്. ഇറാന്റെ സൈന്യത്തെ പ്രത്യാക്രമണത്തിന് പിന്നാലെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഉത്സവ അന്തരീക്ഷമാണ്. ആളുകൾ ആഘോഷിക്കാൻ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിക്കുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
തെരുവുകളിൽ സ്ത്രീകളടക്കം നിരവധി പേരാണ് കൂട്ടം കൂടി ആഘോഷിക്കുന്നത്. അതിനിടെ ഇറാന്റെ സൈന്യത്തിന് പുതിയൊരു ചീഫ് കമാൻഡറെ നിയമിച്ചു. കമാൻഡർ ഇൻ ചീഫ് ആയത്തുള്ള സയ്യിദ് അലി ഖമേനിയുടെ ഉത്തരവ് പ്രകാരം മേജർ ജനറൽ അമീർ ഹദാമിയെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സൈന്യത്തിന്റെ ചീഫ് കമാൻഡറായി നിയമിച്ചിരിക്കുകയാണ്. 2013 മുതൽ 2021 വരെ ജനറൽ ഹദാമി പ്രതിരോധ മന്ത്രിയായിരുന്നു. സ്ഥാനമൊഴിഞ്ഞ കമാൻഡർ മേജർ ജനറൽ സയ്യിദ് അബ്ദുൾ റഹീം മൗസവിയുടെ അലി ഖമേനി പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ സത്യസന്ധവും വിലപ്പെട്ടതുമായ ശ്രമങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.